നമസ്കാരം വൈസേ. നമസ്കാരം. ആയിരിക്കും കയ്യില്. നീ പോടുന്ന മീറ്റിംഗ് തുടങ്ങും. പ്രസിഡന്റ് കൂടെ വന്നാൽ മീറ്റിംഗ് തുടങ്ങും. അപ്പോ നമുക്ക് ഇപ്രാവശ്യം കാര്യമായിട്ട് എല്ലാം ഉന്നയിക്കണം കേട്ടോ. അല്ല മെമ്പറെ, കുറെ നേരം ആയല്ലോ, പ്രസിഡന്റ് ഇതുവരെ വന്നില്ലല്ലോ. ജിതി മെമ്പർ വിളിച്ചപ്പോ പ്രസിഡന്റ് എത്താറായെന്നാ പറഞ്ഞത്. അല്ല മെമ്പറെ, ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാ? പറയാം മെമ്പറെ, നിങ്ങളൊന്ന് സമാധാനപ്പെട്. നമ്മളെ പ്രസിഡന്റ് എത്താറായെന്നല്ലേ പറഞ്ഞത്. പ്രസിഡന്റ് വന്നോട്ടെ. അല്ലെങ്കിലും പ്രസിഡന്റിനെ കണ്ടാലേ ചിലർക്കൊക്കെ വരത്തുള്ളൂ. അല്ലേലും വരാനുള്ളതൊക്കെ കാണാനും ഉണ്ട്. ഒന്ന് പോവാം മെമ്പറെ. കഴിഞ്ഞ കമ്മിറ്റി പിടിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്തിനെങ്ങനെ പിടിച്ചതെന്ന് എനിക്കറിയാം. അതല്ലേലും ശരിയാ. ദിവസം ചെല്ലുന്നോറും പ്രസിഡന്റിന്റെ ഇരിപ്പും തുടിപ്പും കൂടി വരുന്നത് കാരണം ഇടത് കൈയും വലത് കൈയും പണിമുടക്കില്ല. എന്താ പറയാ, ഭാര്യയുടെ ഭാഗത്ത് വേണ്ടൊന്നും കിട്ടുന്നില്ലേ? അവള് കട്ടിൽ കേട്ടാ ശവ. അല്ലെങ്കിലും കളിക്കാന്നുള്ളത് പ്രസിഡന്റിനെ പോലുള്ള കാട്ടുകുതിരകളാ. അത് ശരി. അത് വയസ്സിനറിയാവോ? കഴിഞ്ഞ കമ്മിറ്റിയിൽ വയസ്സ് പ്രസിഡന്റിനെ ശ്രദ്ധിച്ചിരുന്നോ? ചുലുകാറിന്റെ മോളിൽ കൂടി മുളക്കണ്ണ് നല്ല തെളിഞ്ഞു കാണായിരുന്നു. നേരെ മെമ്പറെ, ഞാനും ശ്രദ്ധിച്ചിരുന്നു. എന്റെ പൊന്നു, കമ്പിയായിട്ട് കമ്മിറ്റി കഴിയുമ്പോൾ എങ്ങനെയായിരുന്നത് എനിക്കറിയില്ല. ഈ പഞ്ചായത്തിലെ അവളെപ്പോലൊരു കഴപ്പി വേറെ ഇല്ല. അവള് ഭരണസമിതി കയറിയ മുതലുള്ള വാണടിയാ. അത് മെമ്പറിനറിയാം. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാ. കയ്യിലെ രേഖ മൊത്തം തേഞ്ഞ അവസ്ഥയിലാണ്. അതുവല്ലോ വയസ്സിനെ അറിയണോ? അവളുടെ തുടുത്ത മുലയും ആലില വയറും സാരിയുടെ ഇടയിൽ കൂടെ കാണുന്ന പൊക്കൾ കുഴിയും ഓർത്തിട്ട് തന്നെ എനിക്ക് കമ്പിയാണ്. അല്ല വയസ്സ്, അവളുടെ ഭർത്താവ് കുവൈറ്റിലാണെന്നല്ലേ പറഞ്ഞേ? പക്ഷെ നല്ല കളി നടക്കുന്നുണ്ടല്ലോ. ആരായിട്ട്? ഇതാരാ പറഞ്ഞേ? സത്യമാണോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവളുടെ ഇടത് കയ്യിലെ 3 വിരലിൽ മാത്രം നഖുമില്ല. ഓ അങ്ങനെ. ഞാൻ വിചാരിച്ച ആരോ കള്ളോട്ട് ചെയ്യുന്നുണ്ടെന്ന്. അവളൊരു വോട്ട് പെട്ടിയാണല്ലോ. നിവേദനം കൊണ്ട് വരുന്നവരൊക്കെ അവളുടെ പൂറിന്റെ ആഴളക്കുന്നുണ്ടെന്നാ കേട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, എല്ലാവർക്കും സേവനം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വല്ലേ. പ്രസിഡന്റ് എത്തി. വയസ്സ് പറഞ്ഞ പോലെ സാരിലേ തന്നെ. നമസ്കാരം. 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 ഇരിക്കൂ. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. ദൈവമേ കൈത്തോഴം കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം. ദൈവമേ കൈത്തോഴം കേൾക്കുമാറാകണം. എന്നോളൂ. ഇനി നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ഞാൻ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ ഭരണസമിതിയുടെ 2025-26 ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 4 വർഷവും നമ്മുടെ ഭരണസമിതി വളരെ മികച്ച പ്രകടനത്തിലൂടെ വളരെ ദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഭരണസമിതിയുടെ 4 വർഷ കാലയളവിൽ എല്ലാ മേഖലകളിലും സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് എന്നെ നിനക്ക് ഇഷ്ടമായിരുന്നല്ലേ?
ഹേ പ്രസിഡന്റ്, എന്നെ ഒന്ന് നോക്ക്. എന്താ ഇങ്ങനെ നോക്കുന്നേ?